മനോഹരവും അതിലേറെ ദുഃഖസാന്ദ്രവുമായിരിക്കുന്ന ഈ പ്രഭാതത്തിൽ നമ്മെ വിട്ട് നമുക്ക് മുമ്പായി ഇമ്പങ്ങളുടെ പറുദീസയിലേക്ക് പോയിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ പിതാവ്, ദുഃഖാർത്ഥരായ കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കും. 98 ഇന്ന് നിത്യസൈ വിശ്രമിക്കുന്ന സാങ്കുട്ടി പാസ്റ്റർ കൈക്കീഴെ പാലാരിവട്ടത്ത് സ്നാനപ്പെട്ട ശേഷം അന്നു മുതൽ ആരംഭിച്ച ആത്മീക സ്നേഹബന്ധം റാന്നി ചർച്ചുകളിൽ നിരവധി പ്രാവശ്യം എൻ്റെ ഭവനത്തിൽ ഞാൻ ക്രമീകരിച്ച വ്യത്യസ്തതയാർന്ന കൺവെൻഷനുകളിൽ വിദേശ രാജ്യത്ത് ഒരേ സ്റ്റേജിൽ ഒന്നിച്ച് അനേക സന്ദർഭങ്ങൾ കർത്താവിനെ ഉയർത്തുവാൻ ലഭിച്ച നല്ല അവസരങ്ങളെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. തനിക്ക് നിർമ്മലമായ സത്യസുവിശേഷം ഗ്രഹിച്ചന്നു മുതൽ അത് മറ്റുള്ളവരിലേക്ക് യഥാർത്ഥമായി പകരേണ്ടതിന് മായം ചേർക്കാതെ, കലർപ്പില്ലാതെ നിർമ്മലമായ സത്യസുവിശേഷം ഭയം കൂടാതെ വേദികളിൽ ഉച്ചൈസ്വരം പ്രഘോഷിച്ച കർത്താവിൻ്റെ ദാസിയുടെ ശുശ്രൂഷ പാഠവും പക്വതയുള്ളൊരു ദൈവദാസനേക്കാൾ ദൈവകരങ്ങളിൽ 1/4 നൂറ്റാണ്ടിലധികം ഉപയോഗിക്കപ്പെട്ട കർത്തൃദാസിയുടെ ശുശ്രൂഷ പാഠവത്തെ ഓർത്തും തന്നിലൂടെ അനേകര് സാമുദായികമായ കെട്ടുപാടുകൾ വിട്ട്, ജാതീയമായ ബന്ധനങ്ങൾ വിട്ട് യേശുവിനെ അറിയുവാനിടയായത് ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. പൗലോസ് പറഞ്ഞ പോലെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ, പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ കർത്താവിൻ്റെ മാർവിടം ചാരിക്കൊണ്ട് ഓടിയ കർത്തൃദാസിയുടെ വേർപാട് മാനുഷികമായ നിലയിൽ നമുക്കൊക്കെ ദുഃഖമുണ്ടെങ്കിലും തനിക്കത് ലാഭമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്കധികം വാഞ്ചയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് തിരുവെഴുത്തി വായിക്കുന്നു. അധമമായത് വിട്ട് ഉത്തമമായത് പ്രാപിച്ച് അത്യുത്തമമായ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ദാസി കടന്നു പോയിരിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ ധന്യനായ പൗലോസ് പറയുന്നു, ആദ്യഫലം ക്രിസ്തു. മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കേറിയ പ്രത്യാശയുള്ളത്, ലോകത്തിലെ സകല മഹാന്മാരുടെ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അതിനകത്തൊരു വാക്കുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ പ്രസംഗം വ്യർത്ഥമായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ഉറപ്പുണ്ട്, ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ഭൗതിക ശരീരം മണ്ണിനെ ഏൽപ്പിക്കും. പക്ഷെ തൻ്റെ ആത്മാവ് താൻ ആ മരിച്ച നിമിഷം തന്നെ അനന്തകോടി മൈലുകൾക്കപ്പുറത്ത് നമ്മുടെ കർത്താവിൽ മറഞ്ഞിരിക്കുകയാണ്. പ്രത്യാശയുള്ളവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ ആത്മാവ് നിശ്ചയമായിട്ടും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന ആ പൊൻദിനത്തിൽ കർത്താവിൻ്റെ ദാസി ഇതുപോലെ ബലഹീനമായൊരു ശരീരവുമായിട്ടല്ല, രോഗമുള്ള ശരീരവുമായിട്ടല്ല, 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പറന്നുയരുവാൻ കഴിയുന്ന തേജസ്സിൻ്റെ പൊൻശരീരം പ്രാപിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയാണ് നമ്മെ ഇന്ന് പകൽക്കാലം ഭരിക്കേണ്ടത്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല വിഷയം. പ്രിയമുള്ളവരെ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. ജനനം 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴികൾ മുമ്പേ അതിൻ്റെ മാതാവിനെ അറിയിക്കും. മാതാവിലൂടെ പിതാവറിയും, ഭവനമറിയും. ജനിക്കാൻ പോന്നു,
പിന്നെയുള്ള 9 മാസങ്ങൾ ജനിക്കാൻ വേണ്ടിയുള്ള, ജനിക്കുന്ന ആളിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും ജീവിത രീതിയുമാണ്. എന്നാൽ മരിക്കുന്ന കാര്യം 9 സെക്കൻഡ് മുമ്പ് പോലും ആരെയും അറിയിക്കാറില്ല. അതുകൊണ്ട് ഏതു സമയത്തും അറിയാതെ മരണമെന്ന തണുത്ത കരം നമ്മളെ തൊടുന്നത് കൊണ്ട് നമ്മൾ ഈ തിരക്കിനിടയ്ക്ക് കാൽക്കുലേറ്റർ എടുത്ത് നമ്മുടെ ബാലൻസുകളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നതിനിടയ്ക്ക് എപ്പോഴും നോക്കി നമ്മുടെ മാനസികത തെറ്റിപ്പോകും. ഇനി എത്ര ദിവസം കൂടെ ഉണ്ടെന്ന് ഇടയ്ക്കൊന്ന് അടിച്ചു നോക്കുന്നത് നല്ലതാണ്. എനിക്കിപ്പോൾ ഇത്ര വയസ്സായി, 70 ഏറെയാലും 80 ആകാൻ ഇനി എത്ര കൂടെ ഉണ്ടെന്നൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കുന്നത് നമ്മുടെ അഹങ്കാരം കുറയാനും നമ്മുടെ സ്വാർത്ഥത മാറാനും നമ്മൾ ദൈവസന്നിധി താഴാനും ഒന്ന് ക്രമീകരിക്കപ്പെട്ട് ജീവിക്കാനൊക്കെ വളരെ നല്ലതാണെന്നുള്ളത് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഏറ്റവും അധികം വർഷം ജീവിച്ച മനുഷ്യൻ മെഥൂശലഹയാണ്. 969 വർഷങ്ങൾ ഈ ഭൂമി ജീവിച്ചു. 68 വർഷങ്ങൾ, ഒരു 2 വർഷം കൂടെ 32 വർഷം കൂടെ ജീവിക്കാൻ സർവ്വകൃപാലമായ ദൈവം, ആയുസിൻ്റെ ഉടമയായ ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇവിടെ ഒരു സഹസ്രാബ്ദം ജീവിച്ച ഏക മനുഷ്യൻ എന്നുള്ള പേര് ഗിന്നസ് ബുക്കിൽ വന്നേനെയും. പക്ഷെ ദൈവം അനുവദിച്ചില്ല. ഇനി 1000 വർഷം ജീവിച്ചെന്നിരിക്കട്ടെ, ജീവിച്ചായിരുന്നെങ്കിലും 1000 സംവത്സരങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെ ഉള്ളൂ, രാത്രിയിലെ ഒരു യാമം പോലെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ദിവസം ജീവിച്ച ആരും ഈ ഭൂമിയിലില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ നന്നായിട്ട് ഓർക്കണം കേട്ടോ. 70-80 എന്നൊക്കെ ഉള്ള മോശ പാടിയതാ. ദൈവം അങ്ങനെ ആരുടെ ആയുസ് കുറച്ചിട്ടില്ല. ദൈവം ഒരിക്കൽ മാത്രമേ ആയുസ് കുറച്ചുള്ളൂ. മനുഷ്യൻ ബോധിച്ചവരെ കല്യാണം കഴിച്ച് ബോധിച്ച പോലെ ജീവിച്ചപ്പോൾ 968 നിന്ന് നേരെ ഒരു വെട്ടുവെട്ടി 120 കൊണ്ടുവന്നു. പിന്നെ ഇതുവരെ ദൈവം ആയുസ് കുറച്ചില്ല. മാനം മര്യാദയ്ക്കൊക്കെ ജീവിക്കാമെങ്കിൽ ഒരു 120 വയസ്സ് വരെയൊക്കെ ജീവിക്കാം, സന്തോഷം കൊണ്ടൊരു അല്ലുലിയെ പറഞ്ഞാട്ട്. പക്ഷേ ഇവിടെ എത്ര ജീവിച്ചു എന്നുള്ളതിനെക്കാട്ടിൽ 969 വർഷം ജീവിച്ചവനെ കുറിച്ച് ആകെ എഴുതിയത് ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ, ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു എന്ന 3 വാക്കിൽ ഒരു സഹസ്രാബ്ദ ചരിത്രം തീർന്നു. പക്ഷെങ്കിൽ വെറും 175 വർഷം ജീവിച്ച അബ്രഹാമിനെ കുറിച്ച് ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു എന്നല്ല എഴുതിയ കേട്ടോ. അതിനകത്ത് എഴുതിയേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. അബ്രഹാമോ വിശ്വാസ നിവർത്തിയോടെ വാക്തത്വ നിവർത്തി പ്രാപിച്ച് തൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടാനിടയായി. ഇവിടെ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതിനെക്കാട്ടിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചോ എന്നുള്ളതിനകത്താണ് കാര്യം. കൃപ ലഭിച്ച പ്രിയപ്പെട്ട ആൻറ്റി നല്ലതുപോലെ നല്ല ഓട്ടം എനിക്ക് നല്ല ഉറപ്പാണ്. ചെന്നിടത്തെല്ലാം ഒട്ടും മായം ചേർക്കാതെ, ഒട്ടും കയ്പ് ചേർക്കാതെ, മായമില്ലാത്ത പാല് നന്നായി കൊടുത്ത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട പല ദൈവദാസിമാരുടെ ഗണത്തിൽ മേരി കോവൂര് പോലെയുള്ള, അതേ ബി എ തമ്പിച്ചാൻ്റെ അവിടുത്തെ അമ്മാമ്മ പോലെയുള്ള ശക്തരായ ദൈവദാസിമാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന നിലയിൽ കർത്താവ് ഉപയോഗിച്ച് കർത്താവിൻ്റെ ദാസിയുടെ വേർപാട് ഓർത്ത് ദുഃഖത്തിലായിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമുക്ക് ഈ ലോകത്തിൽ വേർപാടിൻ്റെ ദുഃഖം ഏത് പ്രായമായാലും ഉണ്ടെങ്കിലും അകത്തെ മനുഷ്യൻ നിരാശപ്പെടരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ഒരല്ലേ പറഞ്ഞേ, ഇവിടെ മറ്റ് യുദ്ധമെന്ന് തീരുമെന്ന് അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇനി ഇറാനാണോ അമേരിക്കയാണോ ജയിക്കാൻ പോകുന്നത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. എന്താണ് അതിൻ്റെ അറിവ്? ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവൻ കാഹളം നുലിക്കുമ്പോൾ കല്ലറകളെ ഭേദിച്ച് അതേ ഹേ പാതാളമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമുണ്ട്. അതേ, മരിക്കാതിരിക്കുന്ന നമ്മൾ ഈ മനുഷ്യരെ ഇവിടെ ഉപേക്ഷിക്കും കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ മൺകൂടാരം ഉടുപ്പൊരിഞ്ഞിടുന്നത് പോലെ ഇട്ടിട്ട് നമ്മളൊരു രൂപാന്തര ശരീരം പ്രാപിക്കും കേട്ടോ. നമ്മളതിൻ്റെ മരണത്തെ നോക്കി വെല്ലുവിളിക്കും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? കല്ലറ വിട്ടുയർക്കുന്ന അമ്മാമ്മ ചോദിക്കും, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? ഇരുവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കട്ടെ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലോ നമ്മുടെ ഹോളിലോ ഇതുപോലെ ഒരു പന്തലുയരും, ഇതുപോലെ ഒരു ബോഡി കൊണ്ട് വെക്കും. അതിനകത്ത് നമ്മൾ നിശ്ചലമായി മൂക്കിനകത്ത് നല്ല പഞ്ഞിയൊക്കെ വെച്ച് തലയൊക്കെ നല്ലപോലെ വലിഞ്ഞു മുറുക്കി കെട്ടി നല്ലതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു ദിവസമുണ്ട്. കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് നിനക്ക് ചെയ്യുവാൻ സംഗതി വരുന്നതൊക്കെ നീ വേഗത്തിൽ ചെയ്തോണം. നീ പോകുന്ന പാതാളത്തിൽ സൂത്രമില്ല, ബുദ്ധിയില്ല, ജ്ഞാനമില്ല, അറിവില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എവിടെ പോകണമെന്ന് തീരുമാനം. 2 സ്ഥലമുണ്ടെന്ന് ഞങ്ങൾ ഉപദേശിമാരോ അച്ഛന്മാരോ തിരുമാനിമാരോ ഒന്നും പറഞ്ഞതല്ല. അവിടുന്ന് വന്നവൻ പറഞ്ഞ സ്ഥലം 2 സ്ഥലമുണ്ടെന്ന്, അവിടേക്ക് പോയവൻ പറഞ്ഞ് 2 സ്ഥലമുണ്ടെന്ന്. ധനവാനും മരിച്ചു,
ലാസറും മരിച്ചു. ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി. അതേ വ്രണമുള്ളവൻ്റെ വിരലുകൊണ്ട്, നക്കിയവൻ്റെ വിരലുകൊണ്ട് ഒരിറ്റ് വെള്ളം കുടിക്കാൻ കൊതിക്കുന്ന ഒരു യാതനാ സ്ഥലമുണ്ട്. എന്നാൽ ഇവിടെ കഷ്ടത അനുഭവിച്ച ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയെങ്കിൽ 2 സ്ഥലമുണ്ട്. എവിടെ പോകണമെന്ന് തീരുമാനിക്കാനാണ് ഇവിടെ ആക്കിയേക്കുന്നത്. അല്ലാതെ എല്ലാം കൂടെ തിന്ന് നമ്മളെ എടുക്കാൻ വയ്യാത്തൊരു ബോഡിയാകാനല്ല. എവിടെ പോകണമെന്ന് തിരിക്കാൻ ഇവിടെ തീരുമാനിച്ചു. ഇന്ന് മരിച്ചാൽ ഞാൻ എവിടെ പോകും? ഇന്ന് മരിച്ചാൽ വിട്ടു പിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ഉറപ്പുള്ളവർ കരമന്ദിരത്തെ സ്തുതിച്ചാട്ട്. പ്രിയപ്പെട്ട ആൻറ്റി പോയി വിശ്രമിച്ചോ? ഒത്തിരി ഓടിയല്ലോ, ഒത്തിരി അധ്വാനിച്ചില്ലേ, ഒത്തിരി പ്രസംഗിച്ചില്ലേ, ഒത്തിരി ടെൻഷൻ അനുഭവിച്ചില്ലേ, മോൻ്റെ വേർപാട് ഉൾപ്പെടെ ഒത്തിരി ഭാരങ്ങൾ അനുഭവിച്ചില്ലേ? പോയി ശാന്തമായി വിശ്രമിക്കുക. കാലാവസാനത്തെങ്കിൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങളും അവിടെ കാണും. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് മറ്റൊരു ശുശ്രൂഷയ്ക്കായി പോകേണ്ടത് കൊണ്ട് തീരുന്നത് വരെ ഇരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കടന്നു പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവദാസന്മാരെ ദൈവം മാനിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രിയ മോനെ ഉൾപ്പെടെ ഭവനാംഗങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ദിവ്യമായ ദൈവസമാധാനം, സകല ബുദ്ധിയെയും ദൈവസമാധാനം നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്ന് മാനിക്കണമേ. ഇവിടെയും കർത്താവ് ഓഡിറ്റോറിയത്തിലും സെമിറ്ററിലും എല്ലാം ഉള്ള ശുശ്രൂഷകൾ അനുഗ്രഹമാക്കണമേ. പ്രകൃതിയെ നിയന്ത്രിക്കണമേ. അഭിഷിക്തന്മാരെ ഉപയോഗിക്കണമേ. ചില ഭാവികൾ കൂടെ ഇന്ന് പകൽ മാനസാന്തരപ്പെടുവാൻ ദൈവമിടയാക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരക്കുകളുടെ